നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു ചെറിയ ചോദ്യം കൊണ്ട് നമുക്ക് ഇന്നത്തെ യാത്ര ആരംഭിക്കാം. രാത്രിയിൽ കിടക്കയിൽ കിടന്ന് ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ഒരിക്കലെങ്കിലും ദൈവത്തിന്റെ പേര് ജപിച്ചിട്ടുണ്ടോ? ഒരു ദിവസം മുഴുവൻ ഓടിനടന്ന് ക്ഷീണിച്ച ശരീരം കിടക്കയിൽ പതിയുമ്പോൾ കണ്ണുകൾ പതുക്കെ അടയാൻ തുടങ്ങും. ആ സമയത്ത് നമ്മൾ ദൈവത്തെ ഓർക്കും, ഒരു പ്രാർത്ഥന ചൊല്ലും, ഒരു മന്ത്രം ആവർത്തിക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ദൈവനാമം മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, നിങ്ങൾ ദൈവനാമം ജപിക്കുകയാണോ, അതോ ദൈവനാമം ജപിച്ചുകൊണ്ട് ഉറങ്ങുകയാണോ? ഇവ രണ്ടും ഒരുപോലെയാണെന്ന് തോന്നാം. പക്ഷേ ആത്മീയ സാധനയുടെ കാഴ്ചപ്പാടിൽ ഇവയ്ക്കിടയിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. കാരണം ദൈവനാമം വെറും ഒരു വാക്കല്ല, അത് നമ്മുടെ മനസ്സിനെ ഒരു ദിശയിലേക്ക് തിരിക്കുന്ന ശക്തിയാണ്. അത് നമ്മുടെ ശ്രദ്ധയെ പുറത്തുള്ള ലോകത്തിൽ നിന്ന് അകത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണ്. അത് വെറും ചുണ്ടുകളുടെ ചലനമല്ല, അത് ഹൃദയത്തിന്റെ വിളിയാണ്. പരമഹംസ യോഗാനന്ദരുടെ ആത്മീയ ചിന്തകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ ആഴത്തിലുള്ള സത്യമാണ്. പ്രത്യേകിച്ച് ഉറങ്ങുന്നതിനു മുമ്പുള്ള നാമജപം എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ടാണ് ജപത്തിനിടെ ഉറക്കം വരുന്നത്, ജപത്തെ ഒരു യാന്ത്രിക ശീലമാക്കി മാറ്റുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, അതിനെ എങ്ങനെ കൂടുതൽ ബോധപൂർവമായ ആത്മീയാനുഭവമാക്കി മാറ്റാം എന്നിങ്ങനെ. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം അവസാനം നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ചെറിയ മാറ്റം നിങ്ങളുടെ രാത്രി പ്രാർത്ഥനയുടെ മുഴുവൻ രീതിയും മാറ്റാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിശബ്ദമായ സമയമാണ് രാത്രി. പകൽ മുഴുവൻ നമ്മളെ ചുറ്റിപ്പറ്റിയിരുന്ന ശബ്ദങ്ങൾ പതുക്കെ അകലുന്നു. ഫോൺ നിശബ്ദമാകുന്നു, ജോലികൾ അവസാനിക്കുന്നു, ആളുകളുമായുള്ള സംഭാഷണങ്ങൾ അവസാനിക്കുന്നു, പുറത്തെ ലോകം പതുക്കെ പിന്നിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ കിടക്കയിൽ ഒറ്റയ്ക്ക് കിടക്കുന്നു. അവിടെ നമ്മോടൊപ്പം ബാക്കിയാകുന്നത് നമ്മുടെ സ്വന്തം മനസ്സാണ്. അന്നത്തെ സംഭവങ്ങൾ ഓർമ്മ വരും, നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർമ്മ വരും, പൂർത്തിയാകാത്ത ജോലികൾ മനസ്സിൽ വരും. ആരെങ്കിലും പറഞ്ഞ ഒരു വാക്ക് നമ്മളെ വീണ്ടും അലട്ടും, പഴയൊരു വിഷമം ഓർമ്മ വരും, ഭാവിയെക്കുറിച്ചുള്ള പേടി ഉയരും. അങ്ങനെ ശരീരം കിടക്കയിലായിരിക്കുമ്പോഴും മനസ്സ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് പലരും ദൈവനാമം ജപിക്കാൻ തുടങ്ങുന്നത്. ദൈവത്തിന്റെ പേര് മനസ്സിൽ ആവർത്തിച്ചാൽ മനസ്സ് ശാന്തമാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇത് വളരെ നല്ലൊരു തുടക്കമാണ്. പക്ഷെ ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു. നമ്മൾ ദൈവത്തെ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശരിക്കും ദൈവത്തിലാണോ, അതോ ഉറക്കത്തിലേക്കുള്ള യാത്രയിൽ ദൈവനാമത്തെ ഒരു പശ്ചാത്തല ശബ്ദമായി ഉപയോഗിക്കുകയാണോ? ഈ വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം ആത്മീയ സാധനയുടെ ശക്തി വാക്കുകളുടെ എണ്ണത്തിൽ മാത്രമില്ല, നമ്മുടെ ബോധത്തിലാണ് അതിന്റെ ആഴം. നിങ്ങൾ 100 തവണ ഒരു പേരുച്ചരിച്ചാലും മനസ്സ് മറ്റെവിടെയെങ്കിലുമാണെങ്കിൽ അത് യാന്ത്രികമായ ആവർത്തനമായി മാറാം. പക്ഷേ നിങ്ങൾ കുറച്ചു തവണ മാത്രം ഒരു പേര് ജപിച്ചാലും മുഴുവൻ ശ്രദ്ധയോടും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ആ പേര് ഹൃദയത്തിൽ അനുഭവിച്ചാൽ അതിന്റെ സ്വാധീനം വളരെ വ്യത്യസ്തമായിരിക്കും. ഇതാണ് ഇന്നത്തെ വിഷയത്തിന്റെ ഹൃദയം. ദൈവനാമം എത്ര തവണ പറഞ്ഞു എന്നതിനേക്കാൾ പ്രധാനമാണ് അതെങ്ങനെ പറഞ്ഞു എന്നത്. നിങ്ങളുടെ മനസ്സ് എവിടെയായിരുന്നു? നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് വികാരമായിരുന്നു? നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ഓർത്തിരുന്നോ, അല്ലെങ്കിൽ ഉറക്കം വരുന്നതുവരെ ഒരു ശീലം പോലെ പേരാവർത്തിച്ചിരുന്നോ? ഇത് ആരെയും കുറ്റപ്പെടുത്താനുള്ള കാര്യമല്ല. നമ്മളിൽ പലർക്കും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം മുഴുവൻ ജോലി ചെയ്ത ശേഷം രാത്രി ശരീരം ക്ഷീണിക്കും. അപ്പോൾ കൃത്യമായിരുന്ന് ധ്യാനം ചെയ്യാനുള്ള ശക്തി കുറയും. കിടന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കാൻ തോന്നും. അത് സ്വാഭാവികമാണ്. ഉറങ്ങുന്നതിനു മുമ്പ് ദൈവത്തെ ഓർക്കുന്നത് തെറ്റാണെന്ന് പറയാനല്ല ഈ സന്ദേശം, മറിച്ച് അതേ നിമിഷത്തെ കൂടുതൽ ആഴമുള്ളതാക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാനാണ്. നിങ്ങൾക്ക് കിടന്നുകൊണ്ട് ദൈവനാമം ഓർക്കാം, പക്ഷേ അതിനു മുമ്പ് കുറച്ച് സമയം ബോധപൂർവമായ ജപത്തിന് മാറ്റിവെക്കാം. അതാണ് ഇവിടെ പറയുന്ന പ്രധാന വ്യത്യാസം. ആദ്യം ഉണർന്ന മനസ്സോടെ ദൈവത്തെ ഓർക്കുക, പിന്നീട് ഉറങ്ങുമ്പോഴും ആ ഓർമ്മ മനസ്സിൽ തുടരാൻ അനുവദിക്കുക. ഇവ രണ്ടും ഒന്നല്ല. ഒന്നാമത്തേത് സാധനയാണ്, രണ്ടാമത്തേത് സാധനയുടെ സ്വാഭാവിക തുടർച്ചയായിരിക്കാം. ഇത് മനസ്സിലാക്കിയാൽ നമ്മുടെ രാത്രി പ്രാർത്ഥനയ്ക്ക് തന്നെ ഒരു പുതിയ അർത്ഥം ലഭിക്കും. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. എന്തുകൊണ്ടാണ് ജപം തുടങ്ങുമ്പോൾ തന്നെ പലർക്കും ഉറക്കം വരുന്നത്? ഇത് ജപത്തിന്റെ ദോഷമല്ല, മനസ്സിന്റെ ഒരു ശീലമായിരിക്കാം. നമ്മുടെ മസ്തിഷ്കം ഓരോ പ്രവൃത്തിയെയും ചില സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ കഴിവുള്ളതാണ്. നിങ്ങൾ എല്ലാ ദിവസവും കിടക്കയിൽ കിടന്നുകൊണ്ട് ജപിക്കുകയും അതിനിടെ ഉറങ്ങുകയും ചെയ്യുന്നുവെങ്കിൽ കുറച്ചു കാലത്തിനു ശേഷം നിങ്ങളുടെ മനസ്സ് ആ ജപത്തെ ഉറക്കത്തിന്റെ സൂചനയായി കാണാൻ തുടങ്ങാം. അതുകൊണ്ടാണ് ചിലർ പറയുന്നത്, ഞാൻ ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉറക്കം വരുന്നു. ഇവിടെ ജപം പരാജയപ്പെട്ടതല്ല,
നിങ്ങളുടെ മനസ്സ് ഒരു ബന്ധം സൃഷ്ടിച്ചിരിക്കുന്നു. ജപം എന്നത് ഉറക്കം എന്നൊരു ബന്ധം. അതിനാൽ ജപത്തെ കൂടുതൽ ബോധപൂർവമായ സാധനയാക്കണമെങ്കിൽ ചിലപ്പോൾ ശരീരത്തിന്റെ അവസ്ഥ തന്നെ മാറ്റേണ്ടിവരും. കിടക്കേ കിടക്കുന്നതിനു മുമ്പ് കുറച്ച് മിനിറ്റ് നേരം നേരെയിരിക്കാം. പുറകു നിവർത്താം. ശ്വാസം ശാന്തമാക്കാം. കണ്ണുകൾ അടയ്ക്കാം. ശരീരത്തിലെ പിരിമുറുക്കം കുറയ്ക്കാം. അതിനുശേഷം ദൈവനാമം ജപിക്കാം. ഇത് വലിയൊരു ചടങ്ങാകേണ്ടതില്ല. 5 മിനിറ്റ് പോലും മതിയാകും. പക്ഷേ ആ 5 മിനിറ്റിൽ നിങ്ങളുടെ മനസ്സ് അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ശരീരം അവിടെ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ശ്രദ്ധ അവിടെ ഉണ്ടായിരിക്കണം. അതിലും പ്രധാനമായി നിങ്ങളുടെ ഹൃദയം അവിടെ ഉണ്ടായിരിക്കണം. ദൈവനാമം ജപിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു വാക്ക് മാത്രം ആവർത്തിക്കുന്നതായി കരുതരുത്. പകരം ഇങ്ങനെ അനുഭവിക്കാൻ ശ്രമിക്കൂ: ഞാൻ ദൈവത്തെ ഓർക്കുകയാണ്. എന്റെ ജീവിതത്തിലെ എല്ലാ ആശങ്കകളും കുറച്ച് നിമിഷത്തേക്ക് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വയ്ക്കുകയാണ്. എനിക്കെല്ലാം നിയന്ത്രിക്കേണ്ടതില്ല. എനിക്കെല്ലാം മനസ്സിലാക്കേണ്ടതില്ല. ഈ നിമിഷത്തിൽ ഞാൻ ദൈവത്തെ ഓർക്കുന്നു. ഈ മനോഭാവമാണ് ജപത്തെ മാറ്റുന്നത്. ഒരു വാക്ക് പതുക്കെ ആത്മീയ അനുഭവമായി മാറുന്നത് ഇവിടെ നിന്നാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ പുറത്തുള്ള കാര്യങ്ങൾ മാറ്റാൻ ശ്രമിക്കുന്നു. കൂടുതൽ പണം വേണം, കൂടുതൽ വിജയം വേണം, കൂടുതൽ ബഹുമാനം വേണം, കൂടുതൽ സുരക്ഷിതത്വം വേണം, കൂടുതൽ സന്തോഷം വേണം. പക്ഷെ നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമുണ്ട്. പുറത്തെ ലോകത്തേക്കാൾ കൂടുതൽ സമയം നമ്മൾ നമ്മുടെ മനസ്സിനോടാണ് ജീവിക്കുന്നത്. മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ വലിയ വീട് പോലും സമാധാനം നൽകില്ല. മനസ്സ് ഭയത്തിലാണെങ്കിൽ വലിയ സമ്പത്ത് പോലും സുരക്ഷ നൽകില്ല. മനസ്സ് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മനോഹരമായൊരു രാത്രിയും വിശ്രമം നൽകില്ല. അതിനാൽ ആത്മീയ സാധനയുടെ ഒരു പ്രധാന ലക്ഷ്യം മനസ്സിന്റെ ദിശ മാറ്റുക എന്നതാണ്. ദൈവനാമം അതിന് വളരെ ലളിതമായൊരു മാർഗമാണ്. ഒരു പേര്, ഒരു ശ്വാസം, ഒരു ശ്രദ്ധ, ഒരു വികാരം, ഇവയെല്ലാം ഒരുമിച്ചു വരുമ്പോൾ ജപം ഒരു ശക്തമായ ആന്തരിക അഭ്യാസമായി മാറുന്നു. നിങ്ങളൊരു പേര് ജപിക്കുമ്പോൾ മനസ്സ് മറ്റൊരിടത്തേക്ക് പോകും. ഇത് സംഭവിക്കും: നിങ്ങൾ പഴയൊരു സംഭവം ഓർക്കും. പിന്നെ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി വീണ്ടും നാമത്തിലേക്ക് മടങ്ങിവരും. അതാണ് സാധന. മനസ്സ് ഒരിക്കലും ചിന്തിക്കരുത് എന്നല്ല ധ്യാനം. മനസ്സ് എവിടേക്ക് പോയാലും സ്നേഹത്തോടെ വീണ്ടും തിരികെ കൊണ്ടുവരിക എന്നതാണ് അഭ്യാസത്തിന്റെ ഒരു ഭാഗം. ഒരു കുട്ടി നടക്കാൻ പഠിക്കുന്നതുപോലെ. അവൻ വീഴും, വീണ്ടും എഴുന്നേൽക്കും, വീണ്ടും നടക്കും, വീണ്ടും വീഴും. പക്ഷേ അവൻ പഠിച്ചുകൊണ്ടിരിക്കും. അതുപോലെ നമ്മുടെ മനസ്സും പതുക്കെ പഠിക്കണം. ഇന്ന് 5 മിനിറ്റ് ശ്രദ്ധിച്ചു. നാളെ മനസ്സ് കൂടുതൽ ഭ്രമിച്ചു. മറ്റന്നാൾ വീണ്ടും ശ്രദ്ധിച്ചു. അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് സ്ഥിരത. വലിയ അനുഭവങ്ങൾക്കായി ഓടുന്നതിനേക്കാൾ ചെറിയൊരു അഭ്യാസം സ്ഥിരമായി ചെയ്യുന്നത് പലപ്പോഴും കൂടുതൽ അർത്ഥവത്തായിരിക്കും. ഒരു വിത്ത് മണ്ണിൽ നട്ടാൽ അടുത്ത ദിവസം മരമാകില്ല. നിങ്ങൾ മണ്ണ് തുറന്ന് ഓരോ ദിവസവും നോക്കി വളർന്നോ എന്ന് ചോദിച്ചാൽ വിത്തിന് ഗുണമില്ല. അതിന് വെള്ളം വേണം, മണ്ണ് വേണം, സമയം വേണം, സൂര്യപ്രകാശം വേണം. അതുപോലെ നമ്മുടെ മനസ്സിലും മാറ്റമുണ്ടാകാൻ സമയം ആവശ്യമാണ്. നിങ്ങൾ ഇന്ന് ജപിച്ചു. നാളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അപ്രത്യക്ഷമാകണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ പ്രശ്നങ്ങളെ കാണുന്ന രീതി മാറാൻ തുടങ്ങാം. ഇതാണ് യഥാർത്ഥ മാറ്റം. ഒരു പ്രശ്നം അതേപടി ഉണ്ടായിരിക്കാം. പക്ഷേ അതിനെ നേരിടുന്ന നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശാന്തമായേക്കാം. ഇന്നലെ നിങ്ങളെ തകർത്ത ഒരു വാക്ക് ഇന്നത്രയും വേദനിപ്പിക്കാതിരിക്കാം. ഇന്നലെ നിങ്ങളെ ഭയപ്പെടുത്തിയ ഒരു സാഹചര്യം ഇന്ന് കൂടുതൽ ധൈര്യത്തോടെ നേരിടാൻ കഴിയാം. കോപം വരുമ്പോൾ ഉടൻ പ്രതികരിക്കാതെ കുറച്ചു നിമിഷം നിൽക്കാൻ കഴിയാം. ഇതാണ് ആത്മീയ സാധനയുടെ സൂക്ഷ്മമായ ഫലം. ഇത് എല്ലായ്പ്പോഴും വലിയ അത്ഭുതമായി വരണമെന്നില്ല. ചിലപ്പോൾ അത് വളരെ ചെറിയൊരു മാറ്റമായിരിക്കും. നിങ്ങളുടെ പ്രതികരണത്തിൽ, നിങ്ങളുടെ ചിന്തയിൽ, നിങ്ങളുടെ ഉറക്കത്തിൽ, നിങ്ങളുടെ വാക്കുകളിൽ, നിങ്ങളുടെ ക്ഷമയിൽ, നിങ്ങളുടെ ഭയത്തിൽ, നിങ്ങളുടെ പ്രതീക്ഷയിൽ. അവിടെ നിന്നാണ് മാറ്റം ആരംഭിക്കുന്നത്. ഈ ആശയങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നാമജപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. ഇനി നമുക്ക് രാത്രിയിലെ ജപത്തിലേക്ക് തിരിച്ചുവരാം. ഉറങ്ങുന്നതിനു മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ശരീരത്തെ ശാന്തമാക്കുക. കിടക്കയിലേക്ക് പോകുന്നതിനു മുമ്പ് കുറച്ച് സമയമിരിക്കുക. ഫോൺ മാറ്റിവെക്കുക. വെളിച്ചം കുറയ്ക്കുക. കണ്ണുകൾ അടയ്ക്കുക.
2-3 തവണ പതുക്കെ ശ്വാസമെടുക്കുക. ശ്വാസം ശരീരത്തിലേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രിയപ്പെട്ട ദൈവനാമം തിരഞ്ഞെടുക്കാം. അത് ഏത് നാമമായാലും പ്രശ്നമില്ല. നിങ്ങളുടെ വിശ്വാസത്തോട് ചേർന്നതായിരിക്കണം. അത് പതുക്കെ ജപിക്കുക. വേഗത്തിൽ ആവർത്തിക്കേണ്ടതില്ല. ഓരോ തവണയും ആ പേര് പറയുമ്പോൾ അതിന്റെ അർത്ഥം അനുഭവിക്കാൻ ശ്രമിക്കുക. ദൈവത്തെ വിളിക്കുന്നുവെന്ന് മനസ്സിൽ കരുതുക. നിങ്ങളുടെ വിഷമങ്ങൾ പറയേണ്ടതില്ലെങ്കിലും മനസ്സിൽ സമർപ്പിക്കാം. ഇന്ന് നടന്നതെല്ലാം ഞാൻ സമർപ്പിക്കുന്നു. എനിക്ക് നിയന്ത്രിക്കാനാകാത്തതെല്ലാം ഞാൻ വിട്ടുകൊടുക്കുന്നു. നാളെ എന്തു സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ നിമിഷത്തിൽ ഞാൻ ദൈവത്തെ ഓർക്കുന്നു. ഇത്തരത്തിലുള്ള മനോഭാവം മനസ്സിനെ വളരെ പതുക്കെ ശാന്തമാക്കും. ഇവിടെ മറ്റൊരു രഹസ്യമുണ്ട്. ജപത്തിന്റെ ലക്ഷ്യം ദൈവത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റുക എന്നതല്ല. ഞാൻ ഇത്രയും തവണ ജപിച്ചു, അതിനാൽ എനിക്കിത് ലഭിക്കണം എന്നൊരു ഇടപാട് പോലെ അതിനെ കാണേണ്ടതില്ല. ജപം ആദ്യം നമ്മളെയാണ് മാറ്റുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ഭയങ്ങളെ, നമ്മുടെ അഹങ്കാരത്തെ, നമ്മുടെ പ്രതികരണങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടിനെ. അത് മാറുമ്പോൾ ജീവിതത്തെയും വ്യത്യസ്തമായി കാണാൻ തുടങ്ങുന്നു. ഇതാണ് നാമസ്മരണയുടെ ആഴം. നമ്മൾ ദൈവത്തെ ഓർക്കുന്നു എന്ന് കരുതുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ആ ഓർമ്മ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ആരാണ്? നമ്മുടെ ജോലി മാത്രമാണോ നമ്മൾ? നമ്മുടെ പണം മാത്രമാണോ? നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമാണോ? മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്നതാണോ നമ്മുടെ യഥാർത്ഥ തിരിച്ചറിയൽ? അല്ല. ആത്മീയ പാരമ്പര്യങ്ങൾ പറയുന്നത് മനുഷ്യനിൽ അതിനേക്കാൾ ആഴമുള്ളൊരു ബോധമുണ്ടെന്നാണ്. നാമജപം ആ ബോധത്തിലേക്ക് തിരിഞ്ഞുനോക്കാനുള്ളൊരു വഴിയാണ്. അതുകൊണ്ടാണ് ബോധപൂർവമായ ജപത്തിന് ഇത്രയും പ്രാധാന്യം. വാക്ക് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്നു, ശബ്ദം ചെവിയിലെത്തുന്നു. പക്ഷേ അതിന്റെ യാത്ര അവിടെ അവസാനിക്കരുത്. അത് മനസ്സിലേക്ക് പോകണം. അവിടെ നിന്ന് ഹൃദയത്തിലേക്ക് പോകണം. അവിടെ നിന്ന് ബോധത്തിലേക്ക് പോകണം. അപ്പോൾ മാത്രമാണ് ജപം ഉള്ളിലൊരടയാളം വിടുന്നത്. ഇനിയൊരു പ്രധാന തെറ്റിദ്ധാരണയെക്കുറിച്ച് സംസാരിക്കാം. ചിലർ കരുതും, ജപിക്കുമ്പോൾ എനിക്ക് പ്രത്യേക അനുഭവം ഒന്നും കിട്ടുന്നില്ല, അതിനാൽ ഞാൻ ശരിയായി ചെയ്യാത്തതായിരിക്കും. അങ്ങനെ കരുതേണ്ടതില്ല. എല്ലാ സാധകർക്കും ഒരേ അനുഭവമാകണമെന്നില്ല. ചില ദിവസങ്ങളിൽ മനസ്സ് ശാന്തമായിരിക്കും. ചില ദിവസങ്ങളിൽ അസ്വസ്ഥമായിരിക്കും. ചില ദിവസങ്ങളിൽ ജപത്തിൽ സന്തോഷം തോന്നും. ചില ദിവസങ്ങളിൽ ഒന്നും തോന്നില്ല. ഇതെല്ലാം സാധാരണമാണ്. ആത്മീയ സാധനയെ വികാരങ്ങളുടെ ഉയർച്ചതാഴ്ചകൾ കൊണ്ട് മാത്രം അളക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കൂ. നിങ്ങൾക്ക് കൂടുതൽ ക്ഷമയുണ്ടോ? കോപം കുറയുന്നുണ്ടോ? ഭയം വന്നപ്പോൾ ഉടൻ തകർന്നു പോകാതെ നിൽക്കാൻ കഴിയുന്നുണ്ടോ? മറ്റുള്ളവരെ ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? ഒറ്റയ്ക്കിരിക്കുമ്പോൾ മനസ്സ് കുറച്ച് കൂടുതൽ ശാന്തമാണോ? അങ്ങനെയെങ്കിൽ സാധന നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടാകാം. കാരണം ആത്മീയ വളർച്ച എല്ലായ്പ്പോഴും അത്ഭുതകരമായ പ്രകാശാനുഭവമായി വരണമെന്നില്ല. ചിലപ്പോൾ അത് നിങ്ങളുടെ സ്വഭാവത്തിൽ ചെറിയൊരു മൃദുത്വമായി വരും. ചിലപ്പോൾ പ്രതികരിക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം ചിന്തിക്കാൻ കഴിയുന്നതായി വരും. ചിലപ്പോൾ ഒരു പഴയ വിഷമം വിട്ടുകളയാൻ കഴിയുന്നതായി വരും. ചിലപ്പോൾ കാരണമില്ലാതെ ഹൃദയത്തിൽ സമാധാനം തോന്നുന്നതായി വരും. ഇവയെല്ലാം വിലപ്പെട്ട മാറ്റങ്ങളാണ്. ഇനി നമുക്ക് ഉറക്കവും ജപവും തമ്മിലുള്ള ബന്ധം കുറച്ച് ആഴത്തിൽ നോക്കാം. ഉറക്കത്തിലേക്ക് പോകുന്ന സമയത്ത് മനസ്സ് പതുക്കെ പുറംലോകത്തിൽ നിന്ന് പിന്മാറുന്നു. അതുകൊണ്ട് ഉറങ്ങുന്നതിനു മുമ്പുള്ള അവസാന ചിന്തകൾ പലർക്കും വളരെ ശക്തമായ അനുഭവമായി മാറാം. അതുകൊണ്ടാണ് ആ സമയത്ത് നിരാശ, കോപം, പേടി, ആശങ്ക എന്നിവയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതെ ശാന്തമായൊരു ഓർമ്മയിൽ മനസ്സിനെ സ്ഥാപിക്കുന്നത് നല്ലത്. പക്ഷേ അതിനായി ജപം ബോധരഹിതമായ ശീലമാകരുത്. ആദ്യം കുറച്ചു സമയം ജാഗ്രതയോടെ ജപിക്കുക. ശേഷം ഉറക്കം വന്നാൽ സ്വാഭാവികമായി ഉറങ്ങാം. നിങ്ങൾ ഉറങ്ങുമ്പോൾ ദൈവനാമം മനസ്സിൽ തുടരുന്നുവെങ്കിൽ അതിനെ ഭയപ്പെടേണ്ടതില്ല. പ്രധാനപ്പെട്ടത് നിങ്ങൾ അതിനു മുമ്പ് എങ്ങനെയാണ് ജപിച്ചത് എന്നതാണ്. ജപത്തെ ഉറക്കത്തിനുള്ള ഉപകരണമാക്കുന്നതിനു പകരം ഉറങ്ങുന്നതിനു മുമ്പുള്ള അവസാന ബോധപൂർവമായ ഓർമ്മയാക്കുക. ഇതാണ് വലിയ വ്യത്യാസം. നിങ്ങൾക്ക് ഒരു ചെറിയ രാത്രി ശീലമുണ്ടാക്കാം. ഉദാഹരണത്തിന് ഉറങ്ങുന്നതിന് 15 മിനിറ്റ് മുമ്പ് ഫോൺ മാറ്റിവെക്കുക. 5 മിനിറ്റ് നിശബ്ദമായിരിക്കുക. ശ്വാസം ശാന്തമാക്കുക. 5 മുതൽ 10 മിനിറ്റ് വരെ ദൈവനാമം ജപിക്കുക. അവസാനം കുറച്ചു നിമിഷം ജപം നിർത്തി നിശബ്ദമായിരിക്കുക. അപ്പോൾ ഒരു വാക്കും ആവശ്യമില്ല, മന്ത്രവും ആവശ്യമില്ല, വെറും നിശബ്ദത. നിങ്ങളിപ്പോൾ ഉച്ചരിച്ച നാമത്തിന്റെ ശാന്തമായ പ്രതിധ്വനി മാത്രം. ഈ നിശബ്ദത വളരെ പ്രധാനമാണ്. കാരണം
പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയെ വാക്കുകളാൽ നിറയ്ക്കുന്നു. പക്ഷേ പ്രാർത്ഥനയുടെ മറ്റൊരു ഭാഗം കേൾക്കലാണ്. നമ്മൾ സംസാരിക്കുന്നു, പിന്നെ നിശബ്ദമായിരിക്കുന്നു. ആ നിശബ്ദതയിൽ മനസ്സ് പതുക്കെ ശാന്തമാകുന്നു. അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക അനുഭവം ഉണ്ടാകണമെന്നില്ല. അത് നിർബന്ധമല്ല, പ്രതീക്ഷിക്കേണ്ടതുമില്ല. വെറും സന്നിധിയിലിരിക്കുക. അതിനുശേഷം കിടക്കയിൽ പോകുക. ഇങ്ങനെ ചെയ്താൽ ജപം ഉറക്കത്തിന്റെ ഒരു യാന്ത്രിക ശീലത്തിൽ നിന്ന് ഒരു ബോധപൂർവമായ ആത്മീയ അഭ്യാസമായി മാറും. ഇനി മറ്റൊരു പ്രധാന കാര്യം, ജപം ചെയ്യുമ്പോൾ മനസ്സിൽ ആഗ്രഹങ്ങൾ വരാം. എന്റെ പ്രശ്നം പരിഹരിക്കണം, എനിക്ക് പണം വേണം, എന്റെ കുടുംബം സുരക്ഷിതമായിരിക്കണം, എനിക്ക് ജോലി ലഭിക്കണം, എന്റെ ഭയം മാറണം. ഇവയെല്ലാം മനുഷ്യജീവിതത്തിന്റെ സ്വാഭാവിക ഭാഗങ്ങളാണ്. അവയെ അടിച്ചമർത്തേണ്ടതില്ല. പക്ഷേ ഓരോ തവണയും ദൈവനാമത്തെ വെറും ആഗ്രഹങ്ങൾ നേടാനുള്ള ഉപാധിയാക്കി മാറ്റാതിരിക്കുക. ദൈവത്തെ ഓർക്കുന്നത് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും നേടാൻ മാത്രമായിരിക്കരുത്. ചിലപ്പോൾ ഒന്നും ചോദിക്കാതെ ദൈവത്തെ ഓർക്കാൻ ശ്രമിക്കുക. എനിക്കൊന്നും പറയാനില്ല, ഞാനിവിടെ ഉണ്ട്, ഞാൻ നിന്നെ ഓർക്കുന്നു. ഈ അവസ്ഥയിൽ ജപത്തിന് വേറൊരു ആഴം ലഭിക്കും. കാരണം അവിടെ ഇടപാട് കുറയുന്നു, ബന്ധം കൂടുതൽ ശക്തമാകുന്നു. സുഹൃത്തുക്കളെ, മനുഷ്യന് ഏറ്റവും കൂടുതൽ സമാധാനം ആവശ്യമുള്ള സമയങ്ങളിൽ ഒന്നാണ് രാത്രി. പകൽ നമ്മൾ ശക്തരായി അഭിനയിക്കാം, എല്ലാം ശരിയാണെന്ന് മറ്റുള്ളവരോട് പറയാം, ചിരിച്ചുകൊണ്ട് നടക്കാം, ജോലി ചെയ്യാം, സംസാരിക്കാം. പക്ഷേ രാത്രി ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ചിന്തകൾ പുറത്തുവരാം. അപ്പോഴാണ് ദൈവസ്മരണം ഒരു വലിയ ആശ്വാസമാകുന്നത്. പക്ഷേ ആ ആശ്വാസം യാന്ത്രികമായ ആവർത്തനത്തിൽ മാത്രം അന്വേഷിക്കരുത്. നിങ്ങളുടെ മനസ്സിനെ ശരിക്കും അവിടെ കൊണ്ടുവരിക. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ജീവിതം മുഴുവൻ എനിക്ക് നിയന്ത്രിക്കേണ്ടതില്ല. ഇന്ന് കഴിഞ്ഞു, നാളെ വന്നിട്ടില്ല. ഈ നിമിഷം മാത്രം എനിക്ക് കൈവശമുണ്ട്. ഈ നിമിഷത്തിൽ ഞാൻ ദൈവത്തെ ഓർക്കുന്നു. ഈ ബോധം തന്നെ വലിയൊരു ആശ്വാസമാകാം. ഇനി നമുക്ക് മറ്റൊരു ആഴത്തിലുള്ള ആശയം നോക്കാം. ദൈവനാമം ജപിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ശാന്തി ലഭിക്കും. പക്ഷേ ആ ശാന്തിജപം അവസാനിച്ച ഉടൻ നഷ്ടപ്പെടുകയാണെങ്കിൽ എന്തു പ്രയോജനം? അതുകൊണ്ട് ജപത്തിന്റെ യഥാർത്ഥ പരീക്ഷണം ജപസമയത്തിന് പുറത്താണ്. നിങ്ങൾ ജപിച്ച ശേഷം മറ്റൊരാളോട് എങ്ങനെ സംസാരിക്കുന്നു? കോപം വന്നപ്പോൾ എങ്ങനെ പ്രതികരിക്കുന്നു? പ്രശ്നം വന്നപ്പോൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സ് പഴയതുപോലെ തന്നെ ഭയത്തിൽ കുടുങ്ങുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ചെറിയ ഇടവേളയുണ്ടാകുന്നുണ്ടോ? ആ ചെറിയ ഇടവേള വളരെ വിലപ്പെട്ടതാണ്. അവിടെ തന്നെയാണ് ബോധം വളരുന്നത്. ജപം നമ്മളെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകാൻ പഠിപ്പിക്കുന്നതല്ല, ജീവിതത്തെ കൂടുതൽ ബോധത്തോടെ നേരിടാൻ പഠിപ്പിക്കുകയാണ്. അതിനാൽ ദൈവനാമം ജപിക്കുന്ന ഒരാൾ കൂടുതൽ സ്നേഹമുള്ളവനാകണം, കൂടുതൽ ക്ഷമയുള്ളവനാകണം, കൂടുതൽ സത്യസന്ധനാകണം, കൂടുതൽ സമാധാനമുള്ളവനാകണം. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ ജപത്തിന്റെ ഉദ്ദേശ്യം വീണ്ടും പരിശോധിക്കണം. നാമം മാറുന്നില്ല, നമ്മളാണ് മാറേണ്ടത്. ഇതാണ് ആത്മീയ സാധനയുടെ യഥാർത്ഥ സൗന്ദര്യം. ഒരു വാക്ക് ആവർത്തിച്ചുകൊണ്ട് ജീവിതം മാറണമെങ്കിൽ ആ വാക്ക് നമ്മുടെ സ്വഭാവത്തിലേക്കിറങ്ങണം. അത് നമ്മുടെ ചിന്തകളിൽ കാണണം, നമ്മുടെ പ്രവൃത്തികളിൽ കാണണം, നമ്മുടെ ബന്ധങ്ങളിൽ കാണണം, നമ്മുടെ ഏകാന്തതയിൽ കാണണം. അപ്പോഴാണ് നാമസ്മരണം ഒരു ജീവിക്കുന്ന സാധനയാകുന്നത്. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. രാത്രിയിൽ ജപിക്കുമ്പോൾ ഉറക്കം വന്നാൽ എന്തു ചെയ്യണം? ഒന്നാമത്, സ്വയം കുറ്റപ്പെടുത്തരുത്. ഉറക്കം വരുന്നത് മനുഷ്യശരീരത്തിന്റെ സ്വാഭാവിക പ്രതികരണമാണ്. രണ്ടാമത്, കഴിയുന്നുവെങ്കിൽ ജപം കിടക്കയിൽ തുടങ്ങരുത്. ആദ്യം ഇരുന്ന് ചെയ്യുക. മൂന്നാമത്, ജപത്തിന്റെ സമയം വളരെ നീണ്ടതാക്കേണ്ടതില്ല. കുറച്ചു മിനിറ്റ് പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക. നാലാമത്, ശ്വാസത്തെ ശ്രദ്ധിക്കുക. അഞ്ചാമത്, ജപത്തിന്റെ വേഗം കുറയ്ക്കുക. ആറാമത്, ഓരോ വാക്കിന്റെയും അർത്ഥമനുഭവിക്കുക. ഏഴാമത്, മനസ്സ് തെറ്റിയാൽ സ്നേഹത്തോടെ തിരികെ കൊണ്ടുവരിക. എട്ടാമത്, ജപം കഴിഞ്ഞ് കുറച്ചു നിമിഷം നിശബ്ദമായി ഇരിക്കുക. ഒമ്പതാമത്, ശേഷം കിടക്കയിലേക്ക് പോകുക. പത്താമത്, ഉറങ്ങുമ്പോൾ ദൈവത്തെ ഓർക്കുക. ഇതാണ് ലളിതമായൊരു രീതി. ഇതിന് വലിയ ചടങ്ങുകളൊന്നും ആവശ്യമില്ല, വലിയ തയ്യാറെടുപ്പുകളുമില്ല. ആവശ്യമുള്ളത് മനസ്സിന്റെ സത്യസന്ധതയാണ്. നിങ്ങൾക്ക് ദിവസവും 10 മിനിറ്റ് പോലും മാറ്റിവെക്കാൻ കഴിയുന്നില്ലെങ്കിൽ 5 മിനിറ്റ് ചെയ്യുക. പക്ഷേ ആ 5 മിനിറ്റ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബോധപൂർവമായ 5 മിനിറ്റുകളാക്കാൻ ശ്രമിക്കുക. അവിടെ ഫോൺ വേണ്ട, അവിടെ സോഷ്യൽ മീഡിയ വേണ്ട, അവിടെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വേണ്ട, അവിടെ നാളെയുടെ ഭയം വേണ്ട, അവിടെ ഇന്നലെയുടെ കുറ്റബോധം വേണ്ട.
ആ നിമിഷം മാത്രം. നിങ്ങളും നിങ്ങളുടെ ദൈവസ്മരണയും. ഇത് പതിവാകുമ്പോൾ മനസ്സ് പതുക്കെ ആ സമയത്തെ തിരിച്ചറിയാൻ തുടങ്ങും. ഇപ്പോൾ ഞാൻ ശാന്തമാകേണ്ട സമയമാണ്. ഇപ്പോൾ ഞാൻ അകത്തേക്ക് തിരിയേണ്ട സമയമാണ്. അങ്ങനെ ഒരു ആന്തരിക ശീലം രൂപപ്പെടും. കാലക്രമേണ ജപം ചെയ്യാൻ നിർബന്ധിക്കേണ്ടതില്ലെന്ന് തോന്നും. മനസ്സ് തന്നെ ആ ശാന്തത തേടിത്തുടങ്ങും. ഇതാണ് സാധനയുടെ വളർച്ച. ആദ്യം നമ്മൾ ജപത്തെ തേടുന്നു. പിന്നീട് മനസ്സ് ജപത്തെ തേടുന്നു. അതിനുശേഷം ജപം തന്നെ നമ്മുടെ ഉള്ളിലെ ഒരു സ്വാഭാവിക ഓർമ്മയായി മാറാം. ഇതാണ് പല ആത്മീയ പാരമ്പര്യങ്ങളും പറയുന്ന ആന്തരിക പരിവർത്തനത്തിന്റെ സൗന്ദര്യം. പക്ഷെ ഒരു കാര്യം മറക്കരുത്. ആത്മീയ അനുഭവങ്ങളെക്കുറിച്ച് അതിശയോക്തി ചെയ്യേണ്ടതില്ല. പ്രകാശം കാണണം, ശബ്ദം കേൾക്കണം, അത്ഭുതം സംഭവിക്കണം. ഇതൊന്നും നിർബന്ധമല്ല. നിങ്ങളുടെ മനസ്സ് കുറച്ച് കൂടുതൽ ശാന്തമാകുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങൾ മറ്റൊരാളോട് കുറച്ച് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ ഭയം കുറയുന്നത് വലിയൊരു മാറ്റമാണ്. നിങ്ങൾ സ്വയം ക്ഷമിക്കാൻ തുടങ്ങുന്നത് വലിയൊരു ആത്മീയ വളർച്ചയാണ്. അതുകൊണ്ട് അനുഭവങ്ങളെ പിന്തുടരാതെ മാറ്റത്തെ ശ്രദ്ധിക്കുക. നാമജപം ഒരു മത്സരമല്ല. ആരാണ് കൂടുതൽ തവണ ജപിച്ചത് എന്നല്ല ചോദ്യം. ആരാണ് കൂടുതൽ ആഴത്തിൽ ഓർത്തത് എന്നതാണ് പ്രധാനപ്പെട്ടത്. ആരാണ് കൂടുതൽ സത്യസന്ധമായി ഓർത്തത്? ആരാണ് ജീവിതത്തിൽ അതിന്റെ ശാന്തത കൊണ്ടുവന്നത്? ആരാണ് മറ്റുള്ളവരോട് അതിന്റെ സ്നേഹം പങ്കുവച്ചത്? ഇവയാണ് യഥാർത്ഥ ചോദ്യങ്ങൾ. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ടായാലും രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് കുറച്ചു നിമിഷം നിങ്ങൾക്കെല്ലാം മാറ്റിവെക്കാൻ കഴിയും. ഒരു നിമിഷം. ശ്വാസം, ദൈവനാമം, നിശബ്ദത. ഇത്രയും മാത്രം. അത് നിങ്ങളുടെ മനസ്സിന് ഒരു പുതിയ ദിശ നൽകാം. പക്ഷേ ഓർക്കുക, ദൈവനാമം ഉറക്കത്തിലേക്ക് ഓടിപ്പോകാനുള്ള ഒരു ഉപകരണമാകരുത്. അത് ഉണരാനുള്ള ഒരു ഓർമ്മയാകട്ടെ. ശരീരം ഉറങ്ങുമ്പോഴും ഉള്ളിലെ ഓർമ്മ ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കട്ടെ. ഇതാണ് ഈ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നാമജപത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വെറും ശാന്തമായി ഉറങ്ങുക മാത്രമല്ല, ഉണർന്നിരിക്കുന്ന ജീവിതത്തിലും ശാന്തമായി ജീവിക്കാൻ പഠിക്കുകയാണ്. രാത്രിയിലെ ജപം അടുത്ത ദിവസത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മനസ്സിൽ ഒരു ചെറിയ സമാധാനമുണ്ടാകണം. പകൽ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾക്ക് ആ നാമത്തെ ഓർക്കാൻ കഴിയണം. കോപം വന്നപ്പോൾ ഒരു ശ്വാസമെടുക്കാൻ കഴിയണം. ഭയം വന്നപ്പോൾ ഉള്ളിലൊരാശ്രയം അനുഭവിക്കാൻ കഴിയണം. അപ്പോഴാണ് രാത്രി ചെയ്ത ജപം പകൽ ജീവിതത്തിൽ ഫലം കാണിക്കുന്നത്. അതാണ് സാധനയുടെ യഥാർത്ഥ തുടർച്ച. രാത്രിയിൽ വിതച്ച വിത്പകലിൽ നിങ്ങളുടെ സ്വഭാവത്തിൽ വളരുന്നു. ഇനി അവസാനം ഒരു ചെറിയ രാത്രി അഭ്യാസം നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് ഫോൺ മാറ്റിവെക്കുക. കിടക്കയിൽ കയറുന്നതിനു മുമ്പ് കുറച്ചു നിമിഷമിരിക്കുക. കണ്ണുകൾ അടയ്ക്കുക. ശ്വാസം പതുക്കെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശരീരം മുഴുവൻ ശാന്തമാകുന്നതായി അനുഭവിക്കുക. അതിനുശേഷം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവനാമം പതുക്കെ ജപിക്കുക. വേഗത്തിൽ വേണ്ട, ബോധപൂർവം. ഓരോ തവണയും ആ പേര് പറയുമ്പോൾ മനസ്സിലൊരു വികാരമുണ്ടാകട്ടെ. ഞാൻ നിന്നെ ഓർക്കുന്നു. മനസ്സ് മറ്റൊരിടത്തേക്ക് പോയാൽ വിഷമിക്കേണ്ട. വീണ്ടും തിരികെ കൊണ്ടുവരിക. വീണ്ടും പേര്, വീണ്ടും ശ്വാസം, വീണ്ടും ശ്രദ്ധ. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ജപം നിർത്തുക. ഇപ്പോൾ ഒന്നും പറയരുത്. വെറും നിശബ്ദമായിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക. ശാന്തിയുണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കേണ്ട. ചിന്തകൾ വന്നാൽ അവയെ തടയേണ്ട. വെറും സാക്ഷിയായിരിക്കുക. ശേഷം മനസ്സിൽ ഒരു ചെറിയ നന്ദി പറയുക. ഇന്നത്തെ ദിവസം അവസാനിച്ചു. നാളെ എന്ത് സംഭവിക്കുമെന്നെനിക്കറിയില്ല. പക്ഷേ ഈ നിമിഷത്തിൽ ഞാൻ സുരക്ഷിതനാണ്. ഞാൻ ദൈവത്തെ ഓർക്കുന്നു. അതിനുശേഷം കിടക്കയിൽ പോകുക. ഇപ്പോൾ ഉറക്കം വന്നാൽ ഉറങ്ങുക. ദൈവനാമം ഓർമ്മയിൽ തുടരുന്നുവെങ്കിൽ അതിനെ അനുവദിക്കുക. പക്ഷേ ജപത്തിന്റെ പ്രധാന ഭാഗം ഇതിനകം ബോധപൂർവം നടന്നുകഴിഞ്ഞു. ഇതാണ് വലിയ മാറ്റം. ഇനി നിങ്ങൾ ജപിക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയല്ല, ഉറങ്ങുന്നതിനു മുമ്പ് ഉണരാൻ വേണ്ടിയാണ്. സ്വന്തം ഉള്ളിലേക്ക് ഉണരാൻ, സ്വന്തം യഥാർത്ഥ സ്വഭാവത്തെ ഓർക്കാൻ, ദൈവസാന്നിധ്യത്തെ ഓർക്കാൻ. ജീവിതം പുറത്തുനിന്ന് എത്ര അസ്ഥിരമായാലും ഉള്ളിലൊരു ശാന്തമായ സ്ഥലമുണ്ടെന്ന് ഓർക്കാൻ. ആ സ്ഥലം കണ്ടെത്താൻ വലിയ യാത്ര വേണ്ട. അത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങളുടെ ശ്വാസത്തിൽ, നിങ്ങളുടെ ശ്രദ്ധയിൽ, നിങ്ങളുടെ നിശബ്ദതയിൽ, നിങ്ങളുടെ സത്യസന്ധമായ പ്രാർത്ഥനയിൽ, നിങ്ങൾ സ്നേഹത്തോടെ ഉച്ചരിക്കുന്ന ഒരു ചെറിയ ദൈവനാമത്തിൽ പോലും. അതുകൊണ്ട്
ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം വരുത്തൂ. ജപിക്കുമ്പോൾ വെറും വാക്കുകൾ ആവർത്തിക്കരുത്. ആ വാക്കിന്റെ പിന്നിലെ സാന്നിധ്യം അനുഭവിക്കാൻ ശ്രമിക്കുക. ദൈവത്തെ വിളിക്കുന്നുവെന്ന് അനുഭവിക്കുക. നിങ്ങളുടെ മനസ്സ് അവിടെയുണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയം അവിടെയുണ്ടാകട്ടെ. നിങ്ങളുടെ ശ്രദ്ധ അവിടെയുണ്ടാകട്ടെ. പിന്നീട് ഉറക്കം വന്നാൽ ഉറങ്ങുക. പക്ഷേ അതിനു മുമ്പ് നിങ്ങളുടെ ബോധം ദൈവസ്മരണയിൽ കുറച്ചു നിമിഷം ഉണർന്നിരിക്കട്ടെ. കാരണം ചിലപ്പോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മീയ മാറ്റങ്ങൾ വലിയ സംഭവങ്ങളിലൂടെ വരില്ല. അത് ഒരു നിശബ്ദമായ രാത്രിയിൽ വരാം. എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഒരു ചെറിയ ദൈവനാമം പതുക്കെ ഉച്ചരിക്കുമ്പോൾ, പുറത്തെ ലോകം മുഴുവൻ നിശബ്ദമാകുമ്പോൾ, നിങ്ങളുടെ ഉള്ളിലെ ശബ്ദവും പതുക്കെ ശാന്തമാകുമ്പോൾ, അവിടെ നിങ്ങൾ തിരിച്ചറിയാം, ശാന്തിയെ ഞാൻ പുറത്തൊന്നും അന്വേഷിക്കേണ്ടതില്ലായിരുന്നു. ഞാൻ അന്വേഷിച്ചിരുന്ന സമാധാനം എന്റെ ഉള്ളിൽ തന്നെയുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിരുന്നത് അതിലേക്ക് തിരിഞ്ഞുനോക്കാനുള്ള ഒരു നിമിഷം മാത്രമായിരുന്നു. നാമജപം ആ തിരിഞ്ഞുനോട്ടത്തിനുള്ള ഒരു വാതിലാണ്. അതുകൊണ്ട് അതിനെ ഒരു ശീലമായി മാത്രം കാണരുത്. ഒരു ബന്ധമായി കാണുക, ഒരു സംഭാഷണമായി കാണുക, ഒരു സമർപ്പണമായി കാണുക, ഒരു ആന്തരിക യാത്രയായി കാണുക. നിങ്ങൾക്കുടൻ അത്ഭുതം സംഭവിച്ചില്ലെങ്കിലും തുടരുക. മനസ്സ് ശാന്തമായില്ലെങ്കിലും തുടരുക. ഉറക്കം വന്നാലും രീതിയെ ശരിയാക്കി തുടരുക. ചിന്തകൾ വന്നാലും വീണ്ടും തിരികെ വരിക. കാരണം ഓരോ തവണയും നിങ്ങൾ മനസ്സിനെ സ്നേഹത്തോടെ ദൈവനാമത്തിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ വഴിയുണ്ടാക്കുകയാണ്. ആ വഴി ആദ്യം വളരെ ചെറുതായിരിക്കും. പക്ഷേ ദിവസങ്ങൾ കടന്നുപോകുമ്പോൾ അത് ആഴപ്പെടും. മാസങ്ങൾ കടന്നുപോകുമ്പോൾ അത് ശക്തമാകും. ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, ഞാൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പുറംലോകം അതേപോലെ തന്നെയായിരിക്കാം. പക്ഷേ അതിനെ കാണുന്ന കണ്ണുകൾ മാറിയിരിക്കും. അതാണ് യഥാർത്ഥ ആത്മീയ വളർച്ച. അതാണ് നാമസ്മരണയുടെ ആഴത്തിലുള്ള അർത്ഥം. അതിനാൽ ഇന്നത്തെ സന്ദേശം ഒരു വാചകത്തിൽ ഓർക്കണമെങ്കിൽ അത് ഇതാണ്: ദൈവനാമം ഉറങ്ങിപ്പോകാനുള്ള ഒരു ശീലമാക്കരുത്, ഉണർന്നിരിക്കുന്ന ബോധത്തിലേക്ക് കടക്കാനുള്ള ഒരു വാതിലാക്കുക. രാത്രിയിൽ ദൈവത്തെ ഓർക്കുക, പക്ഷേ ബോധപൂർവം ഓർക്കുക, സ്നേഹത്തോടെ ഓർക്കുക, വിശ്വാസത്തോടെ ഓർക്കുക. അപ്പോൾ ആ ചെറിയ നാമം നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ ആന്തരിക യാത്രയുടെ തുടക്കമാകാം. നിങ്ങളുടെ മനസ്സിൽ ഇന്നൊരു ചെറിയ ചിന്ത പോലും ഉണർന്നിട്ടുണ്ടെങ്കിൽ ഈ സന്ദേശം നിങ്ങൾക്ക് മാത്രം സൂക്ഷിക്കേണ്ടതില്ല. ആത്മീയതയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇത് പങ്കുവയ്ക്കാം. കാരണം ചിലപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കാൻ വലിയൊരു പ്രസംഗം ആവശ്യമില്ല. ഒരു ചെറിയ ഓർമ്മ മതി. ഒരു ശാന്തമായ രാത്രി മതി. ഒരു സത്യസന്ധമായ പ്രാർത്ഥന മതി. ഒരു ദൈവനാമം മതി. ഇന്ന് രാവ് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുമ്പോൾ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും കുറച്ചു നിമിഷത്തേക്ക് മാറ്റിവെക്കൂ. ഒരാഴത്തിലുള്ള ശ്വാസമെടുക്കൂ. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവനാമം പതുക്കെ ഓർക്കൂ. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ പറയൂ, എനിക്കെല്ലാം അറിയേണ്ടതില്ല, എനിക്കെല്ലാം നിയന്ത്രിക്കേണ്ടതില്ല. ഈ നിമിഷത്തിൽ ഞാൻ നിന്നെ ഓർക്കുന്നു. എന്റെ മനസ്സിനെ ശാന്തമാക്കണമേ. എന്റെ ഹൃദയത്തിൽ പ്രകാശം നിലനിർത്തണമേ. നാളെ എന്തു വന്നാലും അതിനെ നേരിടാനുള്ള ശക്തി തരണമേ. അതിനുശേഷം നിശബ്ദത. ഒന്നും നിർബന്ധിക്കേണ്ട, ഒന്നും പ്രതീക്ഷിക്കേണ്ട. വെറും ആ സാന്നിധ്യത്തിലിരിക്കുക. പിന്നെ ഉറങ്ങുക. ഒരുപക്ഷേ ആ രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ മറ്റൊരു സാധാരണ രാത്രിയായിരിക്കും. പക്ഷേ ഒരുപക്ഷേ അതേ രാത്രി നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ശാന്തതയുടെ വിത്ത് മുളയ്ക്കാനും തുടങ്ങാം. ആ വിത്തിന് സമയം നൽകുക, വിശ്വാസം നൽകുക, സ്ഥിരത നൽകുക, സ്നേഹം നൽകുക. കാരണം ഉള്ളിൽ തെളിയുന്ന പ്രകാശം ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. പതുക്കെ, നിശബ്ദമായി, അറിയാതെ അത് വളരുന്നു. ഒടുവിൽ ഒരു ദിവസം നിങ്ങൾ തിരിച്ചറിയും, നിങ്ങൾ ദൈവത്തെ തേടിക്കൊണ്ടിരുന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ ദൈവസ്മരണയിലേക്ക് തന്നെയാണ് നിങ്ങൾ മടങ്ങി വന്നിരുന്നത്. നിങ്ങൾ ശാന്തിയെ അന്വേഷിച്ചിരുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇതിനകമുണ്ടായിരുന്ന ശാന്തിയെ തിരിച്ചറിയുകയായിരുന്നു.